കാറ്റത്തെ കിളിക്കൂടിന്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയുടെ ഫോൺ ഇങ്ങനെ ഒന്നിരവിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കും. രാത്രി എന്നോ പകലൊന്നുമില്ലാതെ സ്ക്രീനിൽ തെളിയുന്ന പേര് കാണുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യവും വെറുപ്പും ഒരുപോലെ നിറയും. സിദ്ധാർത്ഥാണ് വിളിക്കുന്നത്. സിദ്ധാർത്ഥ് തന്റെ ബോസ് എന്നതിനപ്പുറം അവന് തന്നോടുള്ള വലിയൊരു ഒബ്സഷൻ അവൾക്ക് വലിയൊരു ശ്വാസമുട്ട് പോലെ മാറിക്കഴിഞ്ഞിരുന്നു. ജോലിസ്ഥലത്ത് വെച്ച് അനാവശ്യമായി സംസാരിക്കാൻ ശ്രമിക്കുക, വില കൂടിയ ഗിഫ്റ്റുകൾ നിർബന്ധിച്ച് ഏൽപ്പിക്കുക, രാത്രി വൈകി മെസ്സേജുകൾ അയക്കുക. സിദ്ധാർത്ഥിന്റെ ശല്യം ഓരോ ദിവസവും കഴിയുന്തോറും അതിര് കിടക്കുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും പശ ഒട്ടിച്ചതുപോലെ തന്നെ അവൻ അവളുടെ പുറകെ തന്നെ കൂടി. ഒരു ഫ്രഷർ എന്ന നിലയിൽ കിട്ടിയ ആ ഒരു ജോലി ഉപേക്ഷിച്ച് പോവാൻ കഴിയത്തില്ലല്ലോ എന്നോർത്തുകൊണ്ട് അവൾ പരമാവധി ക്ഷമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെയാണ് നിധി ആ വലിയ കള്ളം പറയാൻ തന്നെ തീരുമാനിച്ചത്. ഒരു ദിവസം അവനെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ അവൾ തീർത്തും പറഞ്ഞു, എന്റെ കല്യാണം കഴിഞ്ഞ സിദ്ധാർത്ഥ്, സുധീഷാണ് എന്റെ ഭർത്താവ്. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ പകച്ചു നിൽക്കുമ്പോൾ അവളുടെ ഫോണിലെ വെഡ്ഡിംഗ് റിസപ്ഷന്റെ ഫോട്ടോസും കൂടി അവന് കാണിച്ചു കൊടുത്തു. അതോടുകൂടെ സിദ്ധാർത്ഥ് ഒന്ന് അടങ്ങുമെന്ന് അവൾ കരുതി. ആദ്യമൊക്കെ അവനിൽ വലിയൊരു ഞെട്ടലുണ്ടായിരുന്നുവെങ്കിലും നിധിയുടെ ആ ഒരു കള്ളം അധിക നാളൊന്നും മുന്നോട്ടു പോയില്ല. സുഭാഷിൽ നിന്നാണ് നിധിയുടെയും സുധീഷിന്റെയും കല്യാണത്തിന്റെ യഥാർത്ഥ കഥ സിദ്ധാർത്ഥ് ചോർത്തിയെടുക്കുന്നത്. അതൊരു യഥാർത്ഥ വിവാഹമല്ലായിരുന്നുവെന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നാട്ടുകാരെയും പോലീസുകാരെയൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രം നടന്ന വെറും ഒരു ചടങ്ങ് മാത്രമായിരുന്നുവെന്നും അവന് മനസ്സിലായി. മാത്രവുമല്ല, അവരിപ്പോൾ ഡിവോഴ്സിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ സത്യം കൂടി അറിഞ്ഞതോടുകൂടി സിദ്ധാർത്ഥിന്റെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷയുടെ ലഡു പൊട്ടി. അവൾക്കിപ്പോ ഭർത്താവില്ല. ഇനി അവളെ സ്വന്തമാക്കുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല എന്ന് അവൻ ഉറപ്പിച്ചു. പിറ്റേന്ന് തന്നെ അവൻ നിധിയുടെ അടുത്തേക്ക് വന്ന് യാതൊരുവിധ മടിയുമില്ലാതെ തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് നിധി. ഇത് കേട്ടപ്പോൾ നിധിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ജോലി ചെയ്യുന്ന സ്ഥലത്തെ ബോസ് എന്ന ബഹുമാനം പോലും മറന്ന് അവൾ അവനോടങ്ങ് പൊട്ടിത്തെറിച്ചു. അവിടെ നടന്ന കടുത്ത ദേഷ്യത്തോടുകൂടെ നിധി ഇറങ്ങിപ്പോയി നേരെ ചെന്നത് വീട്ടിലേക്കാണ്. അവിടെ വെച്ച് സുധീഷിനോടും വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ അവൾ ഈ ഒരു വിവരം പറഞ്ഞു. നിധി ആരെങ്കിലും ശല്യം ചെയ്താൽ പിന്നെ സുധീഷിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അവന്റെ ചോര തിളച്ചു മറിഞ്ഞു. അന്ന് രാത്രി തന്നെ അവൻ സിദ്ധാർത്ഥിന്റെ വീടിന്റെ മുന്നിലേക്കെത്തി. വളരെ കൂലായി അവനെ പുറത്തേക്ക് വിളിച്ചിറക്കി ചുറ്റും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സിദ്ധാർത്ഥിനെ സുധീഷ് മുഖത്തേക്ക് ആഞ്ഞെടുത്തൊരൊറ്റൊന്നങ്ങ് കൊടുത്തു. അടി കിട്ടിയതിന്റെ പകപ്പിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി സുധീഷ് പറഞ്ഞു, ഇനി എന്റെ നിധിയുടെ പുറകെ നടന്ന ഇതിലും വലിയ വിവരം നീ അറിയും. കൃത്യമായൊരു താക്കീത് കൊടുത്തുകൊണ്ടാണ് സുധീഷ് അവിടെ നിന്നും മടങ്ങിയത്. സുധീഷിന്റെ കയ്യിൽ നിന്നും കിട്ടിയ അടിയുടെ വേദനയേക്കാൾ തന്റെ ഈഗോക്ക് ഏറ്റിയ വലിയൊരു പ്രഹരം തന്നെയായിരുന്നു സിദ്ധാർത്ഥിനെ കൂടുതൽ പൊള്ളിച്ചത്. ഒരു സാധാരണക്കാരനായ ഡ്രൈവർ വന്ന് തന്നെ തല്ലിയിട്ട് പോവുക, അവന് ഉൾക്കൊള്ളാനായില്ല അത്. ഏതായാലും ഇതിനുശേഷം ആ ഓഫീസിൽ തുടരുന്നത് ഒട്ടും സേഫല്ല എന്ന് നിധിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മറ്റു പല കമ്പനികളിലേക്കും പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ സിദ്ധാർത്ഥ് ഈ വിവരം അറിഞ്ഞു. അവന്റെ ഉള്ളിലെ പ്രതികാരദാഹം ഉണർന്നു. അവൻ നിധിയെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. AC ഫുൾ സ്പീഡിൽ അങ്ങ് വർക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിലും ആ മുറിക്കുള്ളിൽ വല്ലാത്ത പിരിമുറുക്കം തങ്ങി നിന്നിരുന്നു. നീ വേറെ ജോലി അന്വേഷിക്കുന്നുണ്ടോ? സിദ്ധാർത്ഥ് അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി ഉണ്ടായിരുന്നു. ഈ ഫീൽഡിൽ എനിക്ക് വലിയ സ്വാധീനമുണ്ട് നിധി. എന്റെ കമ്പനിയിൽ ഇരുന്ന് പുറത്തുപോയി ജോലി നോക്കിയാൽ ഞാൻ അറിയില്ല എന്ന് നീ വിചാരിച്ചോ? നിധി ഒട്ടും പതറാതെ അവനെ നേരെ നോക്കി വന്നിന്നു. അതെ, ഞാൻ ജോലി നോക്കുന്നുണ്ട്. പച്ചയായ അവളുടെ ആ ഒരു മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും അങ്ങ് ദേഷ്യം പിടിപ്പിച്ചു. ഒരു ഫ്രഷറായ നിനക്ക് പാവം തോന്നി ജോലി തന്നത് എന്റെ തെറ്റാണ്. എക്സ്പീരിയൻസിലില്ലാതെ നിന്നെ ആര് ജോലിക്കെടുക്കുമെന്നാ നീ കരുതിയത്? സിദ്ധാർത്ഥ് അവളെ പരമാവധി താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു. ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് ഒട്ടും സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, നിധി മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. തന്റെ ഭാഗത്ത് തെറ്റിമറിച്ചു വെക്കാൻ വേണ്ടി സിദ്ധാർത്ഥ് കമ്പനിയുടെ റൂൾസും നിയമങ്ങളൊക്കെ പറഞ്ഞ് അവളെ പേടിപ്പിക്കാൻ തുടങ്ങി. 1 വർഷം തികയാതെ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ല. നീ ചെയ്ത പ്രോജക്റ്റുകളുടെ ക്രെഡിറ്റും നിനക്ക് അവകാശപ്പെടാനും കഴിയില്ല. ഓർത്തു വെച്ചോ നീയെ. ഇത് കേട്ടപ്പോൾ നിധിയുടെ ഉള്ളിലെ നിയന്ത്രണം വിട്ടു. അതിന് നിങ്ങളാണോ വർക്ക് എത്തിക്സിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതൊക്കെ? സ്വന്തം സ്റ്റാഫിനോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും മിനിമം ബോധം നിങ്ങൾക്കുണ്ടോ? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. സർട്ടിഫിക്കറ്റ് കാണിച്ച് പേടിപ്പിച്ച അവൾ വീണുപോകുമെന്ന് സിദ്ധാർത്ഥ് കരുതി. പക്ഷേ അവൾ വേറെ ലെവലായിരുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് എന്റെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്. നിങ്ങളെപ്പോലെ ഒരു ക്യാരക്ടർ ഇല്ലാത്തവന്റെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല, നിധി ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. എന്നിട്ട് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ മെയിൽ ചെയ്തേലാമെന്നൊക്കെ പറയും. തോൽവി സമ്മതിക്കാൻ തയ്യാറാവാതെ സിദ്ധാർത്ഥ പിന്നിൽ നിന്ന് മലറി. ഇറങ്ങിപ്പോയിട്ട് നീ എന്ത് ചെയ്യുമേടി? ഞാനൊന്ന് നോക്കട്ടെ. അത് കേട്ടപ്പോൾ നിധിയൊന്ന് നിന്നു. അവൾ തിരിഞ്ഞു നോക്കി. കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു കമ്പനിയുടെ ആ ഒരു ID കാർഡ് വലിച്ചൂരിക്കൊണ്ട് അവന്റെ ടേബിളിലേക്ക് അങ്ങ് ഒറ്റയേറ് കൊടുത്തു. ഇനി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടോ?
മാസായ ഡയലോഗും പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. സിദ്ധാർത്ഥിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ ടെൻഷനടിച്ച് കസേരയിലേക്ക് അങ്ങിരുന്നു. നിധി നേരെ തൻ്റെ ആ ഒരു ഡെസ്കിലേക്ക് ചെന്ന് ബാഗും എടുത്ത് ആ ഓഫീസിന്റെ പടിയിറങ്ങി. ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ നിധി റോഡ് സൈഡിലൂടെ നടക്കുകയായിരുന്നു. അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ആ ഒരു ചെയ്ത വർക്കുകൾ, സ്വപ്നങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ടങ്ങ് ഇല്ലാതായി. കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിൽ റോഡിലൂടെ എങ്ങോട്ടേക്കെന്നില്ലാതെ അവൾ ഒരുപാട് ദൂരം നടന്നു. കൃത്യം ആ സമയത്താണ് സുധീഷിന്റെ കാർ അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നത്. അവനെ കണ്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അവൾ വേഗം കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നു. വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. സുധീഷിന് വണ്ടി മുന്നോട്ടെടുത്ത് പറഞ്ഞു. പിന്നെ അവൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചു. മുഖം വല്ലാതെ വാടിയിരുന്നു. അല്ല നിധി, എന്താ ഇത്രയും പെട്ടെന്ന് ഓഫീസിൽ നിന്നും ഇറങ്ങിയത്? ഹാഫ് ഡേ ലീവാണോ? നിധി ഒന്നും മിണ്ടിയില്ല. അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് ശൂന്യമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷ് വീണ്ടും സംസാരിച്ചു തുടങ്ങി. ഇന്ന് എനിക്ക് ശരിക്കും ശ്വാസം വിടാൻ പോലും സമയമുണ്ടായിരുന്നില്ല നിധി. വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ പോലും പറ്റാത്ത അത്രമാത്രം ഓട്ടമായിരുന്നു. ഒരു ട്രിപ്പ് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ്. ഫോൺ പോലും നോക്കാൻ പറ്റിയിട്ടില്ല. ഒടുവിൽ ഫോൺ ബെല്ലടിച്ചപ്പോൾ നിധിയുടെ പേര് കണ്ട് എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. സുധീഷിന്റെ വാക്കുകളൊന്നും തന്നെ അവളുടെ കാതിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അവൾ ആ വലിയ സങ്കടത്തിന്റെ ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്തന്നെ നിധിയുടെ തോളിൽ തട്ടിക്കൊണ്ട് സുധീഷ് ചോദിച്ചു, നിധി എന്തു പറ്റി? എന്താ ഇങ്ങനെ മൊത്തത്തിൽ ഡൗൺ ആയിട്ടിരിക്കുന്നത്? മനസ്സിലെ സങ്കടം ഉള്ളിലൊതുക്കി അവൾ പതിയെ പറഞ്ഞു, സുധീഷേ, എനിക്കൊരു ചായ വേണം. ഓ, അത്രയുള്ളോ? ഞാൻ ഇപ്പോൾ വാങ്ങിച്ചു തരാലോ. സുധീഷ് പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി നേരെ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. നിധി ഇവിടെ തന്നെ ഇരുന്നോളൂ, ഞാൻ പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വരാം. സുധീഷ് കാറിൽ നിന്നും ഇറങ്ങി നടന്നു. ആ നിമിഷങ്ങളിൽ നിധിയുടെ മനസ്സിലേക്ക് വീണ്ടും സിദ്ധാർത്ഥിന്റെ ക്രൂരമായ വാക്കുകൾ കടന്നു വന്നു. ഒരു മുൾമുന പോലെ ആ ഒരു ഓർമ്മകൾ അവളെ കുത്തി നോവിച്ചു. അപ്പോൾ ഈ ജോലി വേണ്ടെന്ന് വെച്ചു പോയാൽ നിനക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. നീ ചെയ്ത പ്രോജക്റ്റുകൾക്കൊന്നും നിന്റെ പ്രൊഫൈലിൽ കാണിക്കാനും ഞാൻ സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ നീ അടുത്ത കമ്പനിയിൽ വെറും ഒരു ഫ്രഷർ ആയിരിക്കും. ആ ഭീഷണിയിൽ അവളുടെ കാതുകൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. തന്റെ കരിയർ അവൻ തകർക്കുമെന്ന ഓർമ്മ അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ചൂട് ചായയുമായി തിരിച്ചെത്തിയ സുധീഷ് അത് അവൾക്ക് നേരെ നീട്ടി. ദാ നിധി, ഇത് കുടിക്ക്, എന്നിട്ട് പറ എന്തു പറ്റി. ചായ വാങ്ങി ഒരു സിപ്പ് എടുത്തതിനു ശേഷം നിധി അവനെ നോക്കി. അവളുടെ ചുണ്ടുകൾ വിരച്ചു. ഞാൻ ജോലി വേണ്ട എന്ന് വെച്ചു സുധീഷ്. അത് കേട്ടപ്പോൾ സുധീഷ് ഞെട്ടിപ്പോയി. എന്ത്, ജോലി വേണ്ടെന്ന് വെച്ചോ? അതെന്താ ഇത്ര പെട്ടെന്ന്? എന്താ കാര്യം? ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നോ? അവിടുത്തെ എന്റെ പ്രശ്നങ്ങൾ നിനക്കറിയാത്തത് കൊണ്ടാണ് സുധീഷെ, നിധി സങ്കടത്തോട് ചോദിച്ചു. ഹാ, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു വർഷം പോലും ആയില്ലല്ലോ. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കണമെന്ന് നമ്മൾ വിചാരിച്ചതല്ലേ. വീണ്ടും ആ സിദ്ധാർത്ഥ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? നിധി കണ്ണുകൾ തുടച്ചു. ഞാൻ വേറെ ജോലി അന്വേഷിക്കുന്ന കാര്യം അവൻ അറിഞ്ഞു. എന്റെ ക്യാബിനിലേക്ക് വിളിച്ച് ഭയങ്കര ചോദ്യം ചെയ്യലായിരുന്നു. ഇവിടെ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ മാറാൻ നോക്കുന്നതെന്ന് ഞാൻ അവന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ഉടനെ അവൻ പറയാ, ഇപ്പോൾ പോയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും തരില്ല എന്ന്. ചെയ്ത വർക്കുകളും പ്രൊഫൈലിലൊന്നും തന്നെ കാണിക്കാനും പറ്റില്ലത്രേ. എനിക്ക് ദേഷ്യം അടക്കാനായില്ല സുധീഷെ. എത്ര നാളാ ഞാൻ ഇങ്ങനെ ക്ഷമിച്ചു നിൽക്കുക. അതുകൊണ്ട് ഞാൻ ആ ജോലി അങ്ങ് റിസൈൻ ചെയ്തു. ഇത് കേട്ട സുധീഷ് തലയിൽ കൈവച്ചുകൊണ്ട് ടെൻഷനോടുകൂടി ഇരുന്നു. എന്തു പറയണമെന്നറിയാതെ അവൻ ആകെ കുഴങ്ങി. പെട്ടെന്ന് തന്നെ നിധി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. നിധി, എന്താ ഇത്? നീ കരയാണോ? സുധീഷ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഈ ജോലി പോയാൽ നമുക്ക് വേറെ ജോലി കിട്ടും. എനിക്ക് വലിയ വിഷമമുണ്ട് സുധീഷെ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ സിദ്ധാർത്ഥ് എന്നോട് മര്യാദക്ക് പെരുമാറിയിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ തുടർന്നേനെ. എനിക്ക് ആ ജോലി അത്രമാത്രം ഇഷ്ടമായിരുന്നു. വലിയ വലിയ പ്രോജക്റ്റുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവന്റെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് എന്റെ ജോലി വിടേണ്ടി വന്നു. ആ ഒരു ബാക്കപ്പ് പോലും ഇല്ലാതെയാ ഞാൻ അവിടെ നിന്നും ഇറങ്ങി വന്നത്. നാളെ മുതൽ എനിക്ക് ജോലിയില്ല സുധീഷ്. ഞാൻ ഇനി എന്താ ചെയ്യാ? നിധിയുടെ കണ്ണുനീര് കണ്ട് സുധീഷിന്റെ കണ്ണുകളൊന്നും നിറഞ്ഞുപോയി. എങ്കിലും അവൻ അവളുടെ തോളിലിങ്ങനെ സ്നേഹത്തോടെ കൈ ചേർത്ത് പിടിച്ചു. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടുകൂടി അവൻ പറഞ്ഞു, നിധി, നീ സങ്കടപ്പെടരുത്. നിന്റെ കഴിവിന് ഈ കമ്പനി അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു മികച്ച കമ്പനിയുടെ സ്ഥാപനത്തിൽ നിനക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും. നീ ഇങ്ങനെ തളർന്നു പോവരുത് നിധി, ഞാനില്ലേ കൂടെ. ഇത്രയും പറഞ്ഞ സുധീഷ് വേഗം കണ്ണുകളൊക്കെ തുറക്കുന്ന നിധി ശ്രദ്ധിച്ചു. അവൾ അവനെ നോക്കി ചോദിച്ചു, സുധീഷ്, നീയും കരയാണോ? പിന്നെ കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന നീ ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ നിധി? അവൻ പതിയെ ചിരിച്ചുകൊണ്ട് കണ്ണുനീരൊക്കെ തുടച്ചു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ദേ നോക്കിക്കേ, ഈ ഒരൊറ്റ ജോലി പോയാൽ ലോകമൊന്നും അവസാനിക്കുന്നില്ല. നീ എത്രത്തോളം മിടുക്കിയാണെന്ന് നിനക്കറിയില്ലെങ്കിലും ആ സിദ്ധാർത്ഥിനെ നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ കമ്പനിയിലെ വലിയ വലിയ പ്രോജക്റ്റുകളെല്ലാം തന്നെ അവൻ നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചത്. കയ്യിൽ ടാലന്റ് ഉള്ളവർക്ക് എവിടെ പോയാലും ജീവിക്കാം. കൂടെയുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് മിനിമം സംസ്കാരം പോലും ഇല്ലാത്തവനാ അവൻ. ആ കമ്പനി നടത്താൻ യാതൊരുവിധ യോഗ്യതയുമില്ലാതെ അവൻ ഇത്രയും വളർന്നുവെങ്കിൽ നിനക്കിതിലും മികച്ചൊരു കരിയർ കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നിധി അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. സുധീഷ് തുടർന്നു, നിധി, എന്നെ നോക്ക്. എനിക്ക് ഈ വണ്ടി ഓടിക്കാനല്ലാതെ വേറെ എന്തറിയാം? എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ? നിന്റെ അച്ഛന്റെ കാര്യമെടുത്താലോ?
പുള്ളിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിട്ടാണോ ഇത്രയും ബിസിനസ്സുകളൊക്കെ വിജയകരമായിട്ട് നടത്തുന്നത്? അച്ഛന്റെ കാരണം പറഞ്ഞപ്പോഴേക്കും നിധി പെട്ടെന്നങ്ങ് ദേഷ്യത്തോടുകൂടി അവനൊന്ന് തുറപ്പിച്ചു നോക്കി. അച്ഛനുമായിട്ടുള്ള അവളെ പിണക്കം അവനെ അറിയാവുന്നതാണല്ലോ. സുധീഷ് പെട്ടെന്നെ കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു, ശരി ശരി, അച്ഛന്റെ കാര്യം വിട്ടേക്ക്. നിനക്കൊരു ആലോചന വന്നല്ലോ, ഒരു ഓസ്ട്രേലിയക്കാരൻ കങ്കാരുവിന്റെ. സൂര്യയുടെ കാര്യമാവാൻ പറയുന്നത്. അവനൊക്കെ എങ്ങനെ വിസ കിട്ടിയെന്ന് ദൈവത്തിന് പോലും അറിയില്ല. അങ്ങനെയുള്ള മണ്ടന്മാർക്കൊക്കെ അവിടെ ജോലി കിട്ടാമെങ്കിൽ എന്റെ നിധിക്ക് കിട്ടാതിരിക്കുവോ? സുധീഷിന്റെ ഈ ഒരു കൗണ്ടർ കേട്ട് നിധിയുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സങ്കടങ്ങൾക്കിടയിലും അവൾക്ക് ചിരി വന്നു. അത് കണ്ട് സുധീഷ് ആവേശത്തോടെ പറഞ്ഞു, ആ അങ്ങനെ അങ്ങനെ ചിരിക്ക്. ഇത്രയുള്ളൂ നിധി. ജീവിതത്തിൽ ഇതുപോലെ പല പ്രശ്നങ്ങൾ വരും. അതൊക്കെ ചാടിക്കടന്നാൽ മാത്രമേ നമുക്ക് വലിയ നിലയിൽ ഇങ്ങനെ എത്താൻ പറ്റുള്ളൂ. അവന്റെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ നിധിക്ക് വലിയൊരു ധൈര്യമാണ് നൽകിയത്. എങ്കിലും അവളുടെ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു. അവൾ അവനോട് പറഞ്ഞു, സുധീഷേ, നീ വീണ്ടും സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവന് കൊടുക്കാനുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. നീ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നാ മതി. ചായ കുടിക്ക്. സുധീഷ് സ്നേഹത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു. കാറ് പതുക്കെ മുന്നോട്ട് നീങ്ങി. നിധിയോട് അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും ആ വിഷയം അവിടെ വിടാനൊന്നും സുധീഷ് ഭാവിച്ചിരുന്നില്ല. അവളുടെ കണ്ണുനീരിന് കാരണക്കാരനായവനെ വെറുതെ വിടാനൊന്നും അവന്റെ മനസ്സ് അനുവദിച്ചില്ല. അന്ന് രാത്രി സമയം 12 അടുക്കുന്നു. റോഡിൽ വാഹനങ്ങളുടെ തിരക്കൊക്കെ ഒഴിഞ്ഞു. സിദ്ധാർത്ഥ് തന്റെ കമ്പനിയിലെ മീറ്റിംഗും പാർട്ടിയൊക്കെ കഴിഞ്ഞ നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. നല്ല മദ്യലഹരിയിലായിരുന്നു സിദ്ധാർത്ഥ്. പോക്കറ്റിൽ നിന്നും കീ എടുത്തുകൊണ്ട് അവൻ നേരെ ലക്ഷറി കാറിലേക്ക് കയറി. സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങുമ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ പാതി തുറന്നു കിടക്കുന്ന ഫ്രണ്ട് ഡോറിലൂടെ മിന്നൽ വേഗത്തിൽ ഒരാൾ വന്ന് മുൻ സീറ്റിലേക്ക് അങ്ങ് കയറിയിരുന്നു. ഇരുട്ടിൽ ആ രൂപം കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ആകെ ഞെട്ടിപ്പോയി. അടുത്ത നിമിഷം തന്നെ അത് സുധീഷാണെന്ന് മനസ്സിലായപ്പോൾ അവന്റെ ഉള്ളിൽ പേടിയോടൊപ്പം വലിയൊരു ദേഷ്യം ഇരിച്ചു കയറി. ആരാടാ നീ? എന്തിനാടാ നീ ഇങ്ങോട്ടേക്ക് എന്റെ വണ്ടിയിൽ കയറിയിരുന്നത്? ഇറങ്ങടാ പുറത്ത്. സിദ്ധാർത്ഥ് അലറി. സുധീഷ് വളരെ ശാന്തമായിരുന്നു. ഞാൻ ഇറങ്ങിക്കോളാം. അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഇത്രയും പറഞ്ഞ സുധീഷ് പെട്ടെന്ന് തന്നെ കാറിന്റെ ആ ഒരു കീ അങ്ങ് ഊരി തന്റെ കയ്യിലെടുത്തു. നീ എന്താടാ വണ്ടി ഓഫ് ചെയ്തത്? നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞത്? സിദ്ധാർത്ഥ് സീറ്റിൽ നിന്ന് മുന്നോട്ടാഞ്ഞുകൊണ്ട് ചോദിച്ചു. സുധീഷ് അവനെ കൂർപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ വല്ലാത്തൊരു വന്യതയുണ്ടായിരുന്നു. പറയാനുള്ളത് കേട്ടിട്ട് ഞാൻ ഇറങ്ങിക്കോളാം സുഹൃത്തെ. അന്ന് ഞാൻ നിന്നോട് മര്യാദക്ക് പറഞ്ഞതാ ഓഫീസിലെ പെൺകുട്ടികളോട് മാന്യമായിട്ട് പെരുമാറണമെന്ന്. അവൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളായിട്ടാ ഈ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. നിന്റെ കമ്പനിയിൽ ജോലിക്ക് കയറിയെന്നതൊഴിച്ചാൽ അവൾ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടാണോ നീ ഈ പാതിരാത്രിയിൽ അവളുടെ ഫോണിലേക്ക് മെസ്സേജുകളും കോളുമായിട്ട് അവൾ എങ്ങനെ ശല്യം ചെയ്യുന്നത്? ഇതൊക്കെയാണോ തമ്പ്രാന്റെ നല്ല ശീലങ്ങള്? ഹലോ, മൈൻഡ് യുവർ ലാംഗ്വേജ്. സിദ്ധാർത്ഥ് സുധീഷിനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. സുധീഷ് ദേഷ്യത്തോടു കൂടി ആ വിരലങ്ങ് തട്ടിമാറ്റി മുന്നോട്ടാഞ്ഞു. അവളുടെ കല്യാണം കഴിഞ്ഞതാണെന്നും അവൾ ജീവനത്തിൽ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ടെന്നും അറിഞ്ഞിട്ടും നീ ലെവലേശം നാണമില്ലാതെ അവളുടെ പിന്നാലെ നടന്നു. നിന്റെ മാനസിക പീഡനം താങ്ങാനാവാതെ ആ പാവം ഇന്ന് കരഞ്ഞുകൊണ്ട് പടിയിറങ്ങിയത്. ഇനി ഒരു പെൺകുട്ടിയുടെ നേർക്കും നിന്റെ ഈ കണ്ണ് ഇങ്ങനെ ഉയരരുത്. ഓർത്തു വെച്ചോ നീയെ. അതും പറഞ്ഞു വണ്ടിയുടെ കീഴിൽ ആ ഒരു ഡാഷ്ബോർഡിലേങ്ങ് വലിച്ചെറിഞ്ഞിട്ട് സുധീഷ് സിദ്ധാർത്ഥിനെ ഒന്ന് രൂക്ഷമായി നോക്കി. അവൾ എന്റെ പെണ്ണാടാ. അവളോട് മര്യാദക്ക് പെരുമാറാൻ ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ. സുധീഷ് അലറിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ കർണ കുറ്റി നോക്കിയിട്ട് ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കാണ് സുധീഷ്. അടി എന്ന് പറഞ്ഞാൽ അതൊരു 1.5 അടിയായിരുന്നു. ആ അടി കൊണ്ട് സിദ്ധാർത്ഥ് നേരെ സീറ്റിലേക്ക് അങ്ങ് തെറിച്ചു വീണു. പെട്ടെന്ന് സിദ്ധാർത്ഥ് പ്രതിരോധിക്കാൻ നോക്കിയെങ്കിലും സുധീഷ് അവന്റെ കയ്യങ്ങ് തട്ടിമാറ്റി. എന്താടാ, എന്നെ തിരിച്ചു തല്ലാൻ നോക്കുന്നോ? മോനെ സിദ്ധാർത്ഥെ, കളി എന്നോട് വേണ്ട. നീ ഇവിടെ തോറ്റു തൊപ്പിയിടത്തേ ഉള്ളൂ. നേരത്തെ നിന്റെ വീടിന് മുന്നിൽ വന്ന് തല്ലിയപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് യാതൊരുവിധ പേടിയുമില്ല. നിന്നെ എന്ത് ചെയ്യാനെന്നൊക്കെ എനിക്കറിയാം. ഇതൊക്കെ കേട്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ നോക്കിയെങ്കിലും സുധീഷ് വീണ്ടും ചോദിച്ചു, എന്താണ് എങ്ങനെ നോക്കി പീഡിപ്പിക്കുന്നത്? ചോദ്യം തീരുന്നതിന് മുൻപേ തന്നെ സുധീഷ് വീണ്ടും അവന്റെ മുഖത്തെടുത്ത് 2 പെട കൂടി അങ്ങ് കൊടുത്തു. ആ വലിയ അടിയുടെ ആഘാതത്തിൽ സിദ്ധാർത്ഥിന്റെ മൂക്കിൽ നിന്നും ചോര ഒലിക്കാൻ തുടങ്ങി. ചോര കണ്ടതും സുധീഷ് പരിഹാസത്തോടെ ചോദിച്ചു, അയ്യോ, ചോര വരുന്നുണ്ടല്ലോ. എന്റെ ഭാര്യയെ മാനസികമായി പീഡിപ്പിച്ചപ്പോൾ നിനക്കിതൊന്നും തോന്നിയില്ലല്ലോ. ഇതിപ്പോ കുറച്ച് ചോര പോയാലും കുഴപ്പമില്ല. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ എന്തോ മിണ്ടാഞ്ഞപ്പോഴേക്കും സുധീഷ് അവനെ നിർത്തിയങ്ങ് പൊരിക്കാണ്. ഇനി ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോരുത്. ഇപ്പോഴാണ് എന്റെ മനസ്സിന് സമാധാനം കിട്ടിയത്. നിനക്കിനി എന്ത് വേണമെങ്കിലും ചെയ്യാം. കേസ് കൊടുക്കണോ കൊടുക്ക്, ഗുണ്ടകളെ വിടണോ വിട്. പക്ഷെ ഇനി എന്തൊക്കെ തന്നെ കാണിച്ചാലും ഇതിന്റെ ഇരട്ടിയായിട്ട് തല്ല് നീ വാങ്ങിക്കും. ഓർത്തോ. നിധിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത് എന്ന് കരുതി മാത്രമാ ഞാൻ ഇതുവരെ അടങ്ങിയിരുന്നത്. പക്ഷേ നീ അവളെ കരയിപ്പിച്ചു. അവൾ എൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയായിരുന്നു. ഇനി അവളുടെ നീൾ പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അങ്ങനെ വന്നാൽ ഞാൻ നിന്നെ തീർച്ചയായിട്ടും അങ്ങ് കൊന്നുകളയും. ഇതിന്റെ അവസാനത്തെ വാണിങ്ങാണ്. സുധീഷ് ഡോർ തുറന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചു. പിന്നെ നിനക്കിപ്പോൾ വണ്ടിയുടെയൊക്കെ കീ അല്ലേ വേണ്ടത്? ദാ പിടിച്ചോ. ഡാഷ്ബോർഡിൽ നിന്നും ആ ഒരു കീ എടുത്ത് സിദ്ധാർത്ഥിന്റെ നേരങ്ങ് എറിഞ്ഞുകൊണ്ട് അവനെ ഒന്നുകൂടി രൂക്ഷമായി നോക്കിയതിനു ശേഷം സുധീഷ് അങ്ങ് ഇരട്ടത്തേക്ക് നടന്നുപോയി. സിദ്ധാർത്ഥിന്റെ മൂക്കിൽ നിന്നൊക്കെ ഒലിക്കുന്ന ആ ഒരു ചോര കുടിച്ചുകൊണ്ട് അപമാനഭാരത്താൽ വിറക്കുകയായിരുന്നു സിദ്ധാർത്ഥ്.
സിദ്ധാർത്ഥിന്റെ കമ്പനിയിലെ ജോലി നഷ്ടപ്പെട്ടതിനു ശേഷം നിധി പുതിയൊരു ജോലിക്കായി പലയിടത്തും കയറിയിറങ്ങി. ഓരോ ഇന്റർവ്യൂവിലും അവളുടെ പോർട്ട്ഫോളിയോ കണ്ടിട്ട് കമ്പനിക്കാർക്ക് വലിയ മതിപ്പായിരുന്നു. എന്നാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലായിടത്തും വലിയൊരു തടസ്സമായി നിന്നു. ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം രേഖാമൂലം തെളിയിക്കാൻ കഴിയാത്തതിനാൽ പല വലിയ വലിയ അവസരങ്ങളൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂവിന് പോയി തിരികെ എത്തിയ നിധി കടുത്ത ക്ഷീണം കാരണം കാറിലിരുന്ന് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. സുധീഷ് വണ്ടി ഓടിക്കുമായിരുന്നു. അവൻ പതിയെ അവളെ തട്ടി ഉണർത്തി. ഉണർന്ന നിധി വലിയ സങ്കടത്തോടെ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ആ ജോലിയും കിട്ടിയില്ല സുധീഷ്. അവൾ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാ. അതില്ലാതെ എനിക്കിനി ഒരിടത്തും ജോലി കിട്ടില്ല എന്ന് തോന്നുന്നു. സുധീഷ് അവൾക്ക് ധൈര്യം പകർന്നു. അതൊന്നും സാരമില്ല നിധി. ഒരു വാതിലടയുമ്പോൾ വേറെ 10 വാതിൽ തുറക്കുമെന്നൊന്ന് കേട്ടിട്ടില്ലേ? നിനക്കിതിലും നല്ലൊരു ജോലി കിട്ടും. അവളുടെ മൂഡ് മാറ്റാനായി അവൻ നേരത്തെ തന്നെ കരുതി വെച്ചിരുന്ന ആ ഒരു ചോക്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി. അത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ചെറിയൊരു ചിരി വന്നു. അവരിങ്ങനെ കാറിൽ മടങ്ങുന്നതിൻ്റെ ഇടയിലാണ് നിധിയുടെ ഫോൺ ഇറങ്ങിയത്. അവൾ നോക്കുമ്പോൾ അത് ദിവ്യയായിരുന്നു. കോളെടുത്ത നിധിയോട് അടിയന്തരമായിട്ട് നേരിട്ട് കാണണമെന്ന് ദിവ്യ ആവശ്യപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലാണെങ്കിലും കൂട്ടുകാരുടെ നിർബന്ധം കേട്ടപ്പോൾ നിധിക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. സുധീഷിനോട് അവൾ കാര്യം പറഞ്ഞു. ഒട്ടും മടിക്കാതെ സുധീഷ് വണ്ടി നേരെ ദിവ്യ അയച്ച ലൊക്കേഷനിലേക്ക് തിരിച്ചു. സുഹൃത്തുക്കളെ കാണാൻ പോകുന്നതിന്റെ ആവേശത്തിൽ നിധിയുടെ മുഖത്ത് വീണ്ടും ഒരു ചിരി പടരുന്നത് കണ്ടപ്പോൾ സുധീഷിനും വല്ലാത്തൊരു ആശ്വാസം തോന്നി. വഴിയിലുടനീളം തന്റെ പഴയ ഡിസൈനുകളെക്കുറിച്ചും ആ ഒരു ക്രെഡിറ്റ് സിദ്ധാർത്ഥ് തട്ടിയെടുത്തതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നിധി സങ്കടപ്പെടുന്നുണ്ടെങ്കിലും അതിലും വലിയൊരു അവസരങ്ങൾ അവളെ തേടി വരുമെന്നൊക്കെ പറഞ്ഞ് സുധീഷ് അവളെ വീണ്ടും വീണ്ടും ധൈര്യം നൽകിയിരുന്നു. അവർ നേരെ ദിവ്യ പറഞ്ഞ ആ ഒരു കോഫി ഷോപ്പിലേക്ക് എത്തി. ദിവ്യയോടൊപ്പം അവളുടെ സുഹൃത്ത് ശോഭനയും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഹോസ്റ്റലിന് മുന്നിൽ സോറി എന്നെഴുതിയ ബലൂണുമായി വന്ന സുധീഷിനെ ദിവ്യ തമാശ രൂപേണ ഓർമ്മിപ്പിച്ച് എല്ലാവരെയും ചിരിപ്പിച്ചു. അവർക്ക് ബിസിനസ് കാര്യങ്ങൾ സ്വകാര്യമായി സംസാരിക്കാൻ അവസരമൊരുക്കി സുധീഷ് മറ്റൊരു ടേബിളിലേക്ക് മാറിയിരുന്നു. ദിവ്യ തന്റെ പാർട്ട്നേഴ്സായ ശോഭനയെ നിധിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ വലിയൊരു കാര്യം നിധിയോട് പറയാനാ വന്നത്. ദിവ്യയും തന്റെ പഴയ ജോലി രാജിവെച്ച് കൂട്ടുകാർക്കൊപ്പം പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു. ആ പുതിയ ബിസിനസ്സിലേക്ക് പാർട്ട്ണർ ആവാൻ അവർ നിധിയെ ക്ഷണിച്ചു. നിധിക്ക് അത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു ലോട്ടറി അടിച്ചൊരവസ്ഥയായിരുന്നു. നിധിയുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുള്ള ദിവ്യയും ശോഭനയും വലിയൊരു സ്വപ്നമാണ് അവൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുത്ത് കഷ്ടപ്പെടുന്നതിന് പകരം നമുക്ക് 3 പേർക്കും കൂടി ഒന്നിച്ചൊരു കമ്പനി തുടങ്ങിയാലോ? ദിവ്യ ചോദിച്ചു. നിധിയുടെ മനസ്സിൽ ഒരു നിമിഷം വല്ലാത്തൊരു പ്രകാശം മിന്നിമറഞ്ഞു. സ്വന്തമായൊരു കമ്പനി. പക്ഷേ സന്തോഷം അധിക നേരമൊന്നും നീണ്ടു നിന്നില്ല. ഓഫീസ് സെറ്റപ്പ് ചെയ്യാനും സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ 3 പേരും 5 ലക്ഷം രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യണം, ദിവ്യ പറഞ്ഞു. 5 ലക്ഷം രൂപ. ആ ഒരു തുക കേട്ടപ്പോൾ നിധി ആകെ ഷോക്കായി പോയി. ജോലി പോയി നിൽക്കുന്ന താൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക കണ്ടെത്തുന്നത്? അത്രയും പണം കയ്യിലില്ലാത്തതിനാൽ ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് മാത്രം മറുപടി നൽകി അവൾ അവിടെ നിന്നും ഇറങ്ങി. തിരികെ കാറിലേക്ക് വരുമ്പോൾ നിധി കടുത്ത ചിന്തയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധിച്ച് സുധീഷ് കാര്യം തിരക്കി. അപ്പോഴാണ് പുതിയ ബിസിനസ് പ്ലാനിനെ കുറിച്ചും അതിന് വരുന്ന ഭീമമായ ചെലവിനെ പറ്റിയിട്ടൊക്കെ നിധി അവനോട് കൃത്യമായി വിവരിച്ചത്. ആ ബിസിനസിന്റെ A to Z കാര്യങ്ങൾ അവൾ അവനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എല്ലാം കേട്ടപ്പോൾ സുധീഷിന് വല്ലാത്ത പ്രതീക്ഷ തോന്നി. അവൻ വീട്ടിലെത്തി കിളിക്കൂട്ടിലെ മറ്റംഗങ്ങളോട് സുഭാഷേട്ടനോട് ഭാസ്കരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിധിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവരെല്ലാവരും തയ്യാറായിരുന്നു. അവൾക്ക് വേണ്ടി തങ്ങളുടെ വീട് പണയം വെച്ച് 5 ലക്ഷം രൂപ കണ്ടെത്താൻ തന്നെ അവർ ഒന്നടങ്കം തീരുമാനിച്ചു. എന്നാൽ ഇതൊക്കെ അറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ നീതുവിന് ഉള്ളിൽ ചെറിയൊരു അസൂയയും സങ്കടമൊക്കെ മുളപൊട്ടി. ഈ വീട്ടിൽ എന്ത് വന്നാലും എല്ലാവർക്കും നിധിയെടുത്തിയോട് മാത്രമാണ് സ്നേഹം. എന്നെ ആരും വില വെക്കുന്നില്ലല്ലോ, നീതു മനസ്സിലിങ്ങനെ കരുതി. പിറ്റേന്ന് സുഭാഷും സുധീഷും ഭാസ്കരനൊക്കെ പോയിട്ട് ലോണിന്റെ കാര്യത്തിനായി വീടിന്റെ ആധാരം വിൽപ്പത്രവുമായി ബാങ്കിലേക്ക് എത്തി. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ മാനേജറെ കണ്ടത്. എന്നാൽ കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെയൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. കൃത്യമായി വരുമാനം തെളിയിക്കുന്ന പ്ലേസിപ്പും ആ ഒരു മറ്റു രേഖകളൊക്കെ ഇല്ലാത്തതിനാൽ ബാങ്ക് മാനേജർ ലോൺ നിരസിച്ചു. അവർ വല്ലാതെ നിരാശയായി പോയി. ബാങ്കിൽ നിന്നും സങ്കടത്തോടെ മടങ്ങിയെത്തിയ അവർ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ നിധി അങ്ങോട്ടേക്ക് വന്നു. ബാങ്കിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവളുടെ മനസ്സും വല്ലാതെ വിഷമിപ്പിച്ചു. തന്റെ സ്വപ്നത്തിനു വേണ്ടി ആ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അവൾ ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല സുധീഷ്. 5 ലക്ഷം രൂപയ്ക്ക് വലിയൊരു റിസ്ക് അല്ലേ? ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ ജോലി കണ്ടെത്താൻ ശ്രമിച്ചോളാം. നിധി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ബിസിനസിന്റെ പേരിൽ സ്വന്തം കുടുംബം കടക്കാരനാവുന്നത് അവൾക്കൊട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. നിധിയുടെ ആ ഒരു നല്ല മനസ്സ് കണ്ട് അവർ കൂടുതൽ സങ്കടമായി. അവൾ എത്രത്തോളം ആ ഒരു ബിസിനസ് ആഗ്രഹിക്കുന്നു എന്ന് സുധീഷിന് നന്നായിട്ട് അറിയാമായിരുന്നു. അവളെ ആ കമ്പനിയുടെ ഓണറായി കാണാൻ ആഗ്രഹിച്ച സുധീഷും സുഭാഷും പണം കണ്ടെത്താൻ മറ്റു വഴികൾ നോക്കാമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ സൈറ്റിലേക്ക് പോകാനുള്ള ധൃതിയിൽ അടുക്കളയിൽ നിന്നും കഷ്ടപ്പെടുകയായിരുന്നു സുഭാഷ്. പച്ചക്കറി അരിയുന്നതിലേക്കും ഫോണിൽ കോൾ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട നിധി അവനെ സഹായിക്കാനായി അടുക്കളയിലേക്ക് ഇറങ്ങി.
എന്നാൽ അവൾ ഒരു മൂലക്ക് ഫോണിൽ റീൽസും കണ്ട് ചിരിച്ചിരിക്കുന്ന സുധീഷിനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അവൾ അവനെയും നിർബന്ധിച്ച് അടുക്കളപ്പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി. 3 പേരും കൂടി അടുക്കളയിൽ ചെറിയ തമാശകളും അടിയുമായിട്ട് അങ്ങനെ നിൽക്കുന്നതിലേക്കാണ് കോളിംഗ് ബെൽ അടിച്ചത്. വാതിൽ തുറന്നു നോക്കുമ്പോൾ ദിവ്യയാണ് വന്നിരിക്കുന്നത്. നിധിയെ കാണാൻ വന്നതായിരുന്നു. അവൾ നിധിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ദിവ്യ, എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പണമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ആ ബിസിനസ്സിൽ നിന്നും പിന്മാറുകയാണ്. ഇത് സുധീഷിനോട് സുഭാഷേട്ടനോട് കൂടി അവൾ വെളിപ്പെടുത്തി. എന്നാൽ നിധിയുടെ ടാലന്റ് നഷ്ടപ്പെടുത്താൻ ദിവ്യയും ശോഭനയും തയ്യാറല്ലായിരുന്നു. ദിവ്യ പുതിയൊരു സൂപ്പർ ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിധി ഇപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. ദിവ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിധിയുടെ ടാലൻ്റാണ് കമ്പനിക്ക് ആവശ്യം. കമ്പനി നിന്റെ പേരിൽ കൂടി രജിസ്റ്റർ ചെയ്യണം. പണം പിന്നീട് ബിസിനസ് പച്ചപിടിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ തന്നു തീർത്താൽ മതി. ഇത് കേട്ട് നിധിക്ക് വിശ്വസിക്കാനായില്ല. അവൾ സന്തോഷം കൊണ്ട് ദിവ്യ അങ്ങ് കെട്ടിപ്പിടിച്ചു. സുധീഷിനെയും സുഭാഷിനെയും കടുത്ത നിർബന്ധത്തിന് കൂടെ വഴങ്ങി നിധി ഒടുവിൽ അതിന് സമ്മതിച്ചു. എങ്കിലും അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ വീട് പണയം വെച്ചാലും ആ 5 ലക്ഷം രൂപ ദിവ്യയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ തന്നെ സുഭാഷും സുധീഷും മനസ്സിൽ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ദിവ്യ മടങ്ങിപ്പോയി. സുഭാഷും സൈറ്റിലേക്ക് ജോലിക്ക് പോയി. നിധി വീണ്ടും അടുക്കളയിൽ തന്നെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു കവറുമായിട്ട് സുധീഷ് ഒരു സർപ്രൈസ് എൻട്രി നടത്തി. എന്താ ഇത്? നിധി അത്ഭുതത്തോടെ ചോദിച്ചു. സുധീഷ് ആ ഒരു കവർ തുറന്ന് അതിലെ സാധനം പുറത്തേക്കെടുത്തു. അതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള പുതിയ കുക്കറായിരുന്നു. നിധി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് 2800 രൂപ കൊടുത്ത് സുധീഷ് വാങ്ങിച്ചു കൊണ്ടുവന്നതാണത്. അത് കണ്ട് നിധിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവൾക്ക് പറയാൻ വാക്കുകൾ കിട്ടിയില്ല. ഇനി മുതൽ പാചകമൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം മോളെ. നീ നിന്റെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വലിയൊരു ബിസിനസ്സുകാരിയാവാൻ നോക്ക്. സുധീഷ് സ്നേഹത്തോടെ അവളെ നോക്കി പറഞ്ഞു. ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിമിഷത്തിൽ നിന്നും എല്ലാം സ്വന്തമായി ഒരു കമ്പനിയും ജീവനത്തിൽ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരെയും അവൾക്ക് തിരികെ കിട്ടിയിരുന്നു. പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ആ പുതിയ അധ്യായത്തിലേക്ക് നിധി പുഞ്ചിരിയോടുകൂടി തന്നെ ചുവടുവെക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.